യുദ്ധകളത്തിൽ നിന്ന് വരുന്നത് കേവലം സാധാരണ വാർത്തകളല്ല, ശരിക്കും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കിഴക്കൻ യുക്രൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധകളങ്ങളിലൊന്നായ കാർഖിവിൽ വീണ്ടും റഷ്യയുടെ രൂക്ഷമായ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് യുക്രൈന്റെ സൈനിക താവളങ്ങളെയും ഡ്രോൺ കമാൻഡ് സെന്ററുകളെയും ലക്ഷ്യമിട്ട് റഷ്യൻ വ്യോമസേന തങ്ങളുടെ ഏറ്റവും മാരകമായിട്ടുള്ള FAB-500, FAB-1500 ഗ്ലൈഡഡ് ബോംബുകൾ ഉപയോഗിച്ച് അതിശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ്. യുക്രൈൻ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ഹൈഡൌട്ടുകളും ആയുധ സംഭരണ കേന്ദ്രങ്ങളും പൂർണ്ണമായും തകർത്തു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? എന്താണ് ഈ FAB-500, FAB-1500 ഗൈഡഡ് ബോംബുകൾ? എന്തുകൊണ്ടാണ് ഇത് യുക്രൈൻ സൈന്യത്തിന് മുന്നിൽ ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുന്നത്? ലേറ്റസ്റ്റ് വാർ അപ്ഡേറ്റ് ഉൾപ്പെടെ പരിശോധിക്കാം. സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, റഷ്യൻ വ്യോമസേനയുടെ Su-34 ഫൈറ്റർ ബോംബർ വിമാനങ്ങളാണ് ഈ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഖാർഖിവിൽ പ്രവർത്തിച്ചിരുന്ന യുക്രൈന്റെ ഡ്രോൺ കൺട്രോൾ പോയിന്റുകളും UAV സ്റ്റോറേജ് സൗകര്യങ്ങളുമാണ് റഷ്യ ടാർഗറ്റ് ചെയ്തത്. ഇത് മാത്രമല്ല, KH-39 മിസൈലുകളും ഈ ഓപ്പറേഷനിൽ റഷ്യൻ സൈന്യം ഉപയോഗിച്ചതായിട്ട് അവകാശപ്പെടുന്നു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങളിൽ വലിയ പുകയും തീജ്വാലകളും ഉയരുന്നത് വ്യക്തമാണ്. യുക്രൈന്റെ കൗണ്ടർ ഓഫൻസീവ് നീക്കങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായിട്ടാണ് ഈ ആക്രമണം എന്നാണ് റഷ്യൻ മിലിറ്ററി സ്രോതസ്സുകൾ അവകാശപ്പെടുന്നത്. ഇനി എന്താണ് ഈ ഫാബ് ബോംബുകളുടെ പ്രത്യേകത എന്ന് കൃത്യമായിട്ട് നോക്കാം. അടിസ്ഥാനപരമായി സോവിയറ്റ് കാലഘട്ടത്തിൽ നിർമ്മിച്ച അൺഗൈഡഡ് ബോംബുകളാണ് FAB എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ റഷ്യ ഇതിലേക്ക് UMPK യൂണിവേഴ്സൽ ഗ്ലൈഡിംഗ് ആൻഡ് കറക്ഷൻ മൊഡ്യൂൾ എന്ന സ്പെഷ്യൽ ചിറകുകളും ഗ്ലൈഡിംഗ് സാങ്കേതിക വിദ്യയും ഘടിപ്പിച്ചു. FAB-500 എന്ന് പറയുമ്പോൾ 500 കിലോഗ്രാം ഭാരമുള്ള ഈ ഒരു ബോംബ് വലിയ വിനാശശേഷിയുള്ളതാണ്. ഇനി FAB-1500 പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 1.5 ടൺ 1500 കിലോഗ്രാം ഭാരമുള്ള അതിമാരകമായ ബോംബാണിത്. ഇതിൽ ഏകദേശം 700 കിലോഗ്രാമോളം ശുദ്ധമായ എക്സ്പ്ലോസീവുകളാണ് അടങ്ങിയിരിക്കുന്നത്. ഈ ബോംബുകൾക്ക് ചിറകുകൾ ഉള്ളത് കൊണ്ട് തന്നെ റഷ്യൻ വിമാനങ്ങൾക്ക് യുക്രൈന്റെ എയർ ഡിഫൻസ് റേഞ്ചിലേക്ക് കടക്കാതെ തന്നെ കിലോമീറ്ററുകൾ അകലെ നിന്ന് ഇവ ലോഞ്ച് ചെയ്യാൻ സാധിക്കും. ഏകദേശം 40 മുതൽ 70 കിലോമീറ്റർ വരെ ദൂരത്തേക്ക് ഗ്ലൈഡ് ചെയ്തു പോയി കൃത്യമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് പതിക്കാൻ ഇവയ്ക്ക് കഴിയും. ഇനി യുക്രൈന്റെ കനത്ത കോൺക്രീറ്റ് ബങ്കറുകൾ പോലും ഒരൊറ്റ FAB-1500 ആക്രമണത്തിൽ പൂർണ്ണമായി തകർന്ന് തരിപ്പണമാകും. ഈ ഗ്ലൈഡ് ബോംബുകളെ തടയുക എന്നത് യുക്രൈൻ എയർ ഡിഫൻസിന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇവ റേഡാറുകളിൽ പെടുന്നത് വളരെ കുറവാണ്. മാത്രമല്ല, ഇവ വളരെ വേഗത്തിലാണ് താഴേക്ക് പതിക്കുന്നത്. ഇന്റർനാഷണൽ സ്ട്രാറ്റജിക് വിദഗ്ധരുടെ വിലയിരുത്തൽ അനുസരിച്ച് ഖാർക്കിവ് അതിർത്തിയിൽ യുക്രൈന്റെ ഡ്രോൺ സാന്നിധ്യം റഷ്യയ്ക്ക് വലിയ ഭീഷണിയായിരുന്നു. ഇതിന് മറുപടിയായിട്ടാണ് റഷ്യ ഇപ്പോൾ ഫാബ് ഗ്ലൈഡ് ബോംബുകൾ ഉപയോഗിച്ച് ഡ്രോൺ ബേസുകൾ കേന്ദ്രീകരിച്ച് പൗണ്ടിംഗ് ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഈ യുദ്ധത്തിൽ ഇരുപക്ഷത്തും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ആയുധ സഹായത്തോടെ യുക്രൈൻ പ്രതിരോധം തീർക്കുമ്പോഴും റഷ്യ തങ്ങളുടെ വ്യോമസേന ശേഷിയും ഹെവി ആർട്ടിലറിയും ഉപയോഗിച്ച് മുന്നേറാൻ ശ്രമിക്കുകയാണ്. യുദ്ധകളത്തിലെ ഈ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ ഖാർഖിവിന്റെ നിയന്ത്രണത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. റഷ്യയുടെ ഈ ഒരു മാസീവ് ഗ്ലൈഡ് ബോംബ് സ്ട്രാറ്റജിക്ക് മുന്നിൽ യുക്രൈന് തടയിടാൻ സാധിക്കുമോ? പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന അത്യാധുനിക എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ? കണ്ടു തന്നെ അറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.